ഇപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് 5:45 എണീറ്റ് ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ വീട്ടിൻ്റെ എല്ലാം ഒന്ന് നടക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോഴാണ് ചെക്കന്മാരൊക്കെ ഒന്ന് മേലെ ഒന്ന് കയറി നടന്നിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. ഇതാണ് ഞങ്ങളുടെ പണിസെറ്റ് SK7. ഉള്ളിൽ കംപ്ലീറ്റ് തേപ്പാണെന്ന് കെട്ടിക്കഴിഞ്ഞു. അതാണ് തൊട്ട് തന്നെയാണ് SS ശാന്തി. SS സോഷ്യൽ സർവീസ് അങ്ങനത്തെ ഒരു ചെറിയൊരു ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയാണ് തോന്നുന്നത്. കുഴപ്പമില്ല, ഫുഡുകളൊക്കെ റേറ്റ് കമ്മിയാണ്. ചായയൊക്കെ 10 രൂപയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഡലി 15, 3 ഇഡലി 15, അല്ല 3 ഇഡലി 10. നന്നായിട്ടുണ്ട് കഴിക്കാനൊക്കെ, കുഴപ്പമില്ല. ഇതാണ് SK7, അതായത് സോഷ്യൽ കിച്ചൻ്റെ 7ാമത്തെ ബ്രാഞ്ച്. മുനിയം പൂത്തൂർ ആ സ്ഥലത്തിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഓപ്പണിംഗ് ഉണ്ടാവും. ഞാനൊന്ന് അതിന് മേലെ കയറി നോക്കട്ടെ. മുകളിൽ കയറിയിട്ട് മുകളിൽ നിന്ന് താഴേക്കുള്ള കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ ടോപ്പ് എത്തി. ആണ് ഇവിടുത്തെ കാഴ്ച. തമിഴ്നാട്ടിൽ ഈ ഏരി എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. അതായത് ഈ ടിച്ചു വെള്ളമൊക്കെ വന്നിട്ട് ഒരു സ്ഥലത്തിൽ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുന്നു. ഇതാണ് ഞങ്ങളുടെ വർക്ക് സൈറ്റ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല മഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ഈ സ്ഥലം. അങ്ങനെ ഈ എന്താ പറയുക, തമിഴ്നാട്ടിൽ ഈ ഏരി എന്നൊക്കെ പറയില്ലേ, അത് വന്നിട്ട് ഇവിടെ ഒരു ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പോലെ ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നടക്കാൻ കുറേ ആൾക്കാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനെ കുറേ വയസ്സായ ആൾക്കാർ ഇങ്ങനെ വന്ന് വാക്കിങ് ചെയ്യാനും കുറച്ച് ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. നല്ല സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട്. സ്മെല്ലൊന്നുമില്ല കേട്ടോ. നല്ല മഞ്ഞായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നടക്കണം. ഇവിടെയൊക്കെ പട്ടികളൊക്കെ കാണുന്നു. പട്ടികളൊന്നും കടിക്കും തോന്നില്ല, നോക്കാം. കുറേ ബൈക്കുകളൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ ആൾക്കാർ വന്ന് വാക്കിങ് ചെയ്യാനായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. നല്ല വലിയ സ്ഥലം. അങ്ങനെ കല്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ കൂടി കയറിയിട്ടാണ് ഞങ്ങളിങ്ങനെ പോണത്. വണ്ടി പോകാണ്ടിരിക്കാനാണ് തോന്നുന്നു കല്ലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ആ ഭാഗത്ത് പോയി നോക്കാം. വെള്ളത്തിൻ്റെ സ്മെല്ലൊന്നുമില്ല. കാണുമ്പോൾ കുളിക്കാൻ പറ്റുന്ന പോലെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ അവിടുത്തെയുള്ള ഈ ഗണപതിനെയൊക്കെ വിനായക ചതുർത്ഥീൻ്റെ ഇതിൻ്റെയൊക്കെ കൊണ്ട് വേസ്റ്റൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെയാണ് കൊണ്ടിടുന്നത്. വെള്ളം നല്ല തെളിച്ചുകൊണ്ട് കുറേ മീനുകൾ, നല്ല വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് നടക്കാം. ആ കാഴ്ചയും കണ്ട് ഇങ്ങനെ നടക്കാം. ഇപ്പോൾ നമ്മൾ പുഴയിലൊക്കെ കാണുന്ന പോലെ ഈ കുഴവാഴയില്ലേ, അതൊക്കെ ഉണ്ട്. കുറേ പേരോട് മീൻ പിടിക്കുന്നുണ്ട്. ചെറിയ ഒരു
പങ്കായം പോലെയുള്ള സാധനത്തിലാണ് മീൻ പിടിക്കുന്നത്. കുറേ മീനുണ്ടാവും. ഇവിടുത്തെ മീനാണോ ഇവിടുത്തെ മാർക്കറ്റിലൊക്കെ വരുന്നത്? എങ്ങനെ തന്നെ ജനങ്ങൾ കഴിക്കണം. ആണല്ലേ, ഒരാളിങ്ങനെ വലയിൽ മീൻ പിടിച്ച് ഇങ്ങനെ വരികയാണ്. നല്ല അടിപൊളി സ്ഥലം, സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. ചുറ്റും ഒരു 3-4 കിലോമീറ്റർ കൂടുതലുണ്ടാവും തോന്നുന്നു. ഒരു റൗണ്ട് അടിച്ച് വരികയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 3 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും. അത്രയും വലിയ സ്ഥലം, പക്ഷെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ സമയം 8 മണി ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. രാവിലെ 8 മണി. അപ്പോൾ ഞങ്ങൾ തേപ്പ് പണി തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ തേപ്പ് മാത്രമേ ഉള്ളൂ, ഇനി കംപ്ലീറ്റ് കെട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി തൊട്ട് തേപ്പ് സ്റ്റാർട്ടിങ്. കംപ്ലീറ്റ് ജെല്ലുകളൊക്കെ പൊളിച്ച് കെട്ടിയടച്ച് കൈയോടെ തേക്കുകയാണത്. എല്ലാ ജെല്ലും പൊളിച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ 2 ആളും പൊളിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ജെല്ലും ഭാഗങ്ങളൊക്കെ പൊളിച്ചെടുത്തതിന് ശേഷം കെട്ടിയടച്ച് കൈയോടെ തേച്ച് വീഡിയോയിൽ കാണാം. തേപ്പുകളൊക്കെ ഫുൾ റഫാണ്. ഫുൾ ടൈലൊട്ടാൻ വേണ്ടിയിട്ടാണ് റഫായിട്ട് തേക്കുന്നത്. തേച്ചോട്ട് കുറേ ഉണ്ട്. എന്തായാലും ഈ ഒരാഴ്ചയും കൂടി ഉണ്ടാവും ഈ ഡോറിൻ്റെ ഭാഗങ്ങളൊക്കെ തേച്ചെടുക്കാൻ. ജനലിൻ്റെ ഭാഗങ്ങളൊക്കെ ആവശ്യമില്ലാത്ത കെട്ടിയെടുത്ത് അവിടെയൊക്കെ ഇവിടെയൊക്കെ ഡോറ് വരുന്നുണ്ട്, അതിനൊക്കെ ഡോറാക്കി തേച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വർക്ക്. അപ്പോൾ വീണ്ടും കാണാം പുതിയ വീഡിയോയിലേക്ക്. വെൽക്കം ടു NK സൈഡിൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ ഫുള്ളും കാണുക.